കേരളത്തിൻ്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള നീക്കമാണ്. ഇത് അതീവ ഗൗരവമായി കാണേണ്ട കാര്യമാണ്. സ്വകാര്യ കുത്തകൾക്ക് വേണ്ടി ലാൻഡ് മാനേജ്മെൻറ്റ് നയം ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഭൂപരിഷ്കരണം 2.0 എന്ന ബജറ്റ് പ്രഖ്യാപനം ഒരു മറയുമില്ലാതെ ഈ കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലുള്ള സ്വകാര്യ കുത്തകകൾക്കടക്കം പല കാര്യങ്ങൾക്കും പ്രതിബന്ധം സൃഷ്ടിക്കുന്ന ഭൂപരിഷ്കരണ നിയമം, ആ നിയമമാകെ പൊളിച്ചെഴുതുക, അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം വ്യക്തമാണ്. ഇവിടെ അത് കേരളത്തിൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒന്നായിരിക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ തന്നെ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട് നേടിയിട്ടുള്ള ഒട്ടേറെ നേട്ടങ്ങൾ, അതിൻ്റെ എല്ലാം യഥാർത്ഥ അടിസ്ഥാനം നാം നമ്മുടെ നാട് പാസാക്കിയ ഭൂപരിഷ്കരണ നിയമമാണ് എന്നത് എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇവിടെ ബജറ്റിലിപ്പോൾ ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതും സ്വകാര്യവൽക്കരണത്തിൻ്റെ യുക്തിയാണോ പിൻപറ്റുന്നത് എന്ന് ശങ്കിക്കേണ്ടതായിട്ടുണ്ട്. ആശുപത്രികൾ, ഫാർമ മേഖലയിൽ സ്വകാര്യ കമ്പനികൾ, ഇവരെയൊക്കെ മാടി വിളിക്കുന്ന നയമാണ് ബജറ്റിലുള്ളത്. നാം നമ്മുടെ കേരളത്തിൽ കാണുന്നൊരു വസ്തുതയുണ്ട്. അത് ചില അന്താരാഷ്ട്ര ഭീമന്മാർ, KKR പോലെ, ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള വൻകിട കമ്പനികൾ, ബഹുരാഷ്ട്ര കുത്തകകൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ കൈയടക്കാൻ നടത്തുന്ന ശ്രമമാണ്. അത് നേരത്തെ തന്നെ കേരളീയ സമൂഹം ശ്രദ്ധിച്ച കാര്യമാണ്. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അവർക്കെല്ലാം പച്ചക്കൊടി കാണിക്കുന്ന ഒരു സമീപനം ഈ ബജറ്റിലൂടെ വരികയാണ്. സർക്കാർ ആശുപത്രികളെ ശാക്തീകരിക്കുന്ന പ്രഖ്യാപനമൊന്നും ഈ ബജറ്റിൻ്റെ ഭാഗമായി കാണാൻ പറ്റിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര ഗവൺമെൻറ് പ്ലാനിംഗ് കമ്മീഷൻ പണ്ടേ നിർത്തലാക്കി. അവർ പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കുക മാത്രമല്ല, നീതി ആയോഗ് അതിന് പകരം സംഘടിപ്പിച്ചു. ഇപ്പോൾ അതേ വഴിയിലേക്ക് നമ്മുടെ സംസ്ഥാനവും നീങ്ങാനാണോ ഉദ്ദേശിക്കുന്നത് എന്നത് ശങ്കിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ പ്ലാനിംഗ് ബോർഡ് പുനഃസംഘടിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒരു തിങ്ക് ടാങ്കായി പ്ലാനിംഗ് ബോർഡിനെ മാറ്റുക എന്നതാണ് വ്യക്തമായി നമ്മുടെ ബജറ്റിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യം. ഇത് കൃത്യമായ കേന്ദ്ര നയമാണ്. ഒരു മറയുമില്ലാതെ അത് അംഗീകരിക്കുന്ന നിലയിലേക്ക് പ്ലാനിംഗ് കമ്മീഷനെ മാറ്റി നീതി ആയോഗിനെ ആക്കിയതുപോലെ ഇവിടെ ആ ആശയം സ്വീകരിച്ച് ഒരു തിങ്ക് ടാങ്കാക്കി നമ്മുടെ പ്ലാനിംഗ് ബോർഡിനെ മാറ്റുന്നു എന്നാണ് കാണേണ്ടത്.